2023 ഒക്ടോബർ 8 മൈ ബോയ്സ് ഗോ സ്മാഷ് ഫിനിഷ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു ഏർപ്പാട് നമ്മൾ വിചാരിക്കാത്ത പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രകമ്പനങ്ങളായി ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് ചലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് യുദ്ധം 2021 യുദ്ധം തുടങ്ങിയ മനുഷ്യരാണ്. പക്ഷെ ഇപ്പോഴും അയാൾ അമേരിക്കയിൽ പോയിട്ട് എന്താണ് ചർച്ച ചെയ്യുന്നത്? ഹമാസിനെ എങ്ങനെ നിരായുധീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് വലിയ പഠനം മാത്രമല്ല, വേറെ ചില ഡെവലപ്മെൻറ്റുകൾ കൂടെ കാണണം. ഈ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇല്ലാത്ത പല ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സൊമാലി ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശം, സൊമാലിയയിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു പ്രദേശം, ലോകത്ത് മറ്റൊരു രാജ്യവും അംഗീകരിച്ചിട്ടില്ലാത്തൊരു പ്രദേശത്ത് ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുകയാണ്. ലോകത്ത് ആദ്യമായിട്ടൊരു രാജ്യം അംഗീകരിച്ചിരിക്കുകയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ സൊമാലി ലാൻഡ് എന്ന് പറയുന്നത് യമൻ്റെ ഈ ചെങ്കടലിൻ്റെ ഒരു കരയിൽ യമനും മറുകരയിൽ ഈ സൊമാലിയാണ്. അപ്പോൾ അതിനിടയിൽ കൂടിയാണ് വളരെ നിർണായകമായിട്ടുള്ള ബാബുൽ മന്ദിബ് ചെങ്കടലിലേക്കുള്ള ആ സ്ട്രൈറ്റ് കടന്നു പോകുന്നത്. ഹൂത്തികൾ ഇസ്രായേൽ കപ്പലുകൾ തടയുന്ന ഇടനാഴിയാണത്. അപ്പോൾ ആ പ്രദേശത്ത് തങ്ങൾക്കൊരു മിലിറ്ററി ആക്സസ് കിട്ടും, സൊമാലി ലാൻഡിലൊരു മിലിറ്ററി ബേസ് ഉണ്ടാക്കാം, മിലിറ്ററി ആക്സസ് കിട്ടും എന്നാണ് ഇസ്രായേൽ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ആരും അംഗീകരിക്കാത്ത സൊമാലി ലാൻഡ് എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ രാജ്യമായിട്ട് ഇസ്രായേൽ അംഗീകരിക്കുന്നത്. അത് എഗൈൻ ആഫ്രിക്കൻ യൂണിയൻ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു, അറബ് ലീഗ് രംഗത്ത് വന്നു, എല്ലാം അറബ് മുസ്ലിം രാജ്യങ്ങൾ രംഗത്ത് വന്നു. വലിയൊരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിതിൻ സൊമാലി ലാൻഡ് തന്നെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഇപ്പുറത്ത് യമനിൽ സദേൺ ട്രാൻസിഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു വിഭാഗം സദേൺ യമൻ വിഘടിച്ച് വേറെ രാജ്യമാക്കാൻ പോകുന്നു. ഈ സദേൺ യമൻ എന്ന് പറയുന്ന ഏരിയ, സൊമാലി ലാൻഡ് എന്ന് പറയുന്ന ഏരിയ, ഇത് രണ്ടും ഈ ബാബുൽ മന്ദിബ് എന്ന് പറയുന്ന ചെങ്കടലിലെ ചെറിയ ഇടനാഴിയുടെ അക്കരയും ഇക്കരയുമായി കിടക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ്. ഈ രണ്ട് സ്ഥലങ്ങളിലും ഇസ്രായേലിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പോയിൻ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു പ്ലാനാണ് ഇസ്രായേൽ കൊണ്ടു നടക്കുന്നത്. പക്ഷേ അതിൻ്റെ അതിൻ്റെ പൊളിറ്റിക്കൽ ഫാൾ ഔട്ട് നമ്മൾ ഇതുവരെ വിചാരിക്കാത്ത തരത്തിലുള്ള പൊളിറ്റിക്കൽ ഫാൾ ഔട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഗൾഫ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് UAE-ക്കെതിരെ സൗദി പരസ്യമായി രംഗത്ത് വരുന്നു. ഇതൊന്നും നമുക്ക് ഗൾഫിൻ്റെ ഒരു രാഷ്ട്രീയ ഘടനയിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ പല സ്വഭാവത്തിലുള്ള പൊളിറ്റിക്കൽ ഫാൾ ഔട്ട്, സ്പൈറലിംഗ് എഫക്റ്റുകൾ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ 2023 ഒക്ടോബർ 8 മൈ ബോയ്സ് ഗോ സ്മാഷ് ഫിനിഷ് എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു ഏർപ്പാട് നമ്മൾ വിചാരിക്കാത്ത പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രകമ്പനങ്ങളായി ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് ചലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്.